മേനക ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അറിയാത്ത ഏടുകളും കുറെ കാണുമല്ലോ. അപ്പൊ പക്ഷെ മേനകയെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? എന്റെ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് എത്ര ദിവസം കഴിഞ്ഞ്? കല്യാണം കഴിഞ്ഞൊരു ജസ്റ്റ് ഒരു എത്ര ഒരു 6-7 മാസം കഴിഞ്ഞ, ഒരു വർഷം വഞ്ചിയൂർ വീട്ടില് സുരേഷ് ചേട്ടൻ. അപ്പൊ സുരേഷ് ചേട്ടന്റെ ഫ്രണ്ട് കിരീടം ഉണ്ണി, പ്രൊഡ്യൂസർ, പ്രശസ്ത പ്രൊഡ്യൂസർ, അദ്ദേഹം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മേനക ഒരു കാര്യം പറയണം. ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. ഒരു സത്യസന്ധമായിട്ട് ഒരു ചേട്ടൻ ഒരു അനിയത്തിയോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സുരേഷ് എൻ്റെ ഫ്രണ്ടാണ്, കാര്യമൊക്കെ ശരിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നിന്നെ ഒരു അനിയത്തി സ്ഥാനത്തിൽ വെച്ചാണ് ഞാൻ മോളെ നോക്കുന്നത്. സുരേഷിന് ഈയിടെയായിട്ട് പാലക്കാട്ടില് ഒരു ബന്ധമുണ്ട്. ഒരു സ്ത്രീ പേരൊന്നും അങ്ങനെ സ്ത്രീ എന്നൊന്നും പറഞ്ഞില്ല, ഒരു ബന്ധമുണ്ട്. അത് എനിക്ക് വല്ലാത്ത നെഞ്ചുവേദനയാണ്, ഭയങ്കര സങ്കടമാണ്. അത് മേനകയെടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായി പോകുന്നു. അങ്ങനെ ഭയങ്കര കണ്ട സത്യമായിട്ട് ആണോ, എപ്പോ, എങ്ങനെ, എവിടെ, ആര് എന്നൊക്കെ വേണം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ. ശരിക്കും മേനക വിശ്വസിച്ചു തുടങ്ങിയായിരുന്നു പുള്ളി? അദ്ദേഹം പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, ചേട്ടന് പാലക്കാട് മാത്രമേ അറിയുള്ളൂ, കോട്ടയത്തിലുള്ള ആളെ കുറിച്ചോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ആളെ കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടെ? അതൊന്നും അറിഞ്ഞിട്ടില്ലേ? അത് അറിഞ്ഞിട്ടില്ലേ? പാലക്കാട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പം സുരേഷ് ഏട്ടൻ മതിലിന്റെ അപ്പുറത്തുനിന്ന്, ഞാൻ പറഞ്ഞില്ലേ അവളെ നിനക്ക് പറ്റൂല, അവള് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. എടാ ഇത് എങ്ങനെ ഉണ്ണിയും കൂടെ ചേർന്ന് അല്ലേ ജഗദീഷ് ഏട്ടൻ വരെ പറയും, എങ്ങനെ മേനക ഇത്ര, ഞാൻ എന്ത് പറഞ്ഞാലും മേനക വിശ്വസിക്കും. എനിക്കൊന്ന് ജഗദീഷ് കുറച്ചുകൂടെ ലൈഫ് ലൈക്കായിട്ട് പറയും, അങ്ങനെ തന്നെ ജീവനുണ്ടെന്ന് തോന്നുന്നു, കാര്യങ്ങളൊക്കെ അതുപോലെ പറയും. അതെന്തോ അങ്ങനെ. ജഗദീഷിനെ എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? പറ്റിക്കാൻ പറ്റില്ല, അത് വേറൊരു പ്രൊഫസറായിട്ട് നിൽക്കുമല്ലേ? അല്ല, അതൊരു ഇതായിട്ട് വേറെ ക്ലാസ്സാ. പക്ഷെ ഇത് പറയുമ്പോ പറയും, എന്തെല്ലാം ജീവിതത്തിൽ തെറ്റ് ചെയ്താലും സുരേഷിന് ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയതുപോലെ നമുക്കും കൂടെ കിട്ടിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ഈ വീട്ടിലിപ്പോ അഭിനയിക്കാൻ ഒരു നവാഗത പ്രതിഭ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ അഭിനയിച്ചു തുടങ്ങിയല്ലേ? വീട്ടിലും കേസ്. അമ്മ അധ്യാപികയായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് പ്രൊഫസർ. അങ്ങനെ ഒന്നും അഭിനയിക്കണം അങ്ങനെ ഒന്നും ഇല്ല. അമ്മയായിരുന്നു എസ്കോട്ട് വരുന്നത്? എന്റെ അമ്മയായിരുന്നു കൂടെ എപ്പോഴും വന്നത്. പിന്നെ സുരേഷ് ചേട്ടനെ കല്യാണം കഴിക്കണമെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മ അനിയന്മാരുടെ കൂടെ. എനിക്കൊന്ന് ഈ മേനകയുടെ ആ കാലം, പ്രത്യേകിച്ച് ശങ്കറിന്റെ കൂടെ ഒക്കെ നായികയായിട്ട് അഭിനയിക്കുന്ന കാലമൊക്കെ കത്തി നിൽക്കുന്ന കാലമാണ് അല്ലേ? നിരേശ കാമുകന്മാരൊക്കെ കൂടെ കൂടുമായിരുന്നു ആ സമയത്ത്. ഈ അമ്മ കൃത്യമായിട്ട് കൂടെ വരുവാരെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം ഉദിച്ചത്. അല്ല, അമ്മ ടീച്ചറും കൂടെയാണ്. അമ്മയ്ക്ക് അറിയാം. സ്കൂളിലാണെങ്കിൽ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മയുടെ സ്കൂളിൽ തന്നെ ഒരു സാധ്യതയില്ല. സ്റ്റാഫ് റൂമിലാണ് അമ്മയുടെ കൂടെ കഴിക്കുന്നത്. എക്സ്കർഷൻ പോയാലും കൂടെ അമ്മ കാണും. പണ്ട് സത്യൻ അന്തിക്കാട് ചേട്ടൻ പറയും, അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു, എങ്ങനെ അമ്മയെ വിട്ടിട്ട് നീ എങ്ങനെ ഇരിക്കും? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയും. കാരണം നമ്മുടെ ബാലാജി സാറില്ലേ, മോഹൻലാൽ സാറിന്റെ അമ്മായി അച്ഛൻ, അപ്പം അസിസ്റ്റന്റ് ആയിട്ട് മേനക എവിടെ നോക്കണ്ട, അമ്മ എവിടെ നോക്കിയാ അവിടെ മേനക കാണും എന്ന് പറയും. അങ്ങനെ എനിക്ക് എപ്പോഴും അമ്മ എപ്പോഴും എന്റെ കൂടെ. അമ്മ വിട്ടൊരു കളിയില്ല. ഇപ്പോഴും അമ്മ എന്റെ കൂടെ തന്നെയാണ്. അമ്മ വിട്ടിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അത് അല്ല, ഈ അന്ന് ആ കാലത്ത് ചാക്ക് കണക്കിന് പ്രണയലേഖനം കിട്ടുമായിരുന്നോ, അത് വായിക്കാത്ത ദിവസങ്ങൾ ഉറക്കം വരാറില്ലെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. അല്ലല്ല, ഉറക്കാന്നല്ല, ഒരുപാട് ലെറ്റർ വരും. മറ്റേ കല്യാണ ഓഫറൊക്കെ കാണുമല്ലോ ഇഷ്ടം പോലെ കല്യാണം കഴിക്കാൻ. ഓരോരുത്തർ എന്നെ ഇങ്ങനെ കല്യാണം കഴിക്കണം, ഇതുപോലത്തെ ഒരു പെണ്ണായിരിക്കണം, മുത്തോട് മുത്ത് പടത്തിൽ അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്റെ ജീവിതത്തിൽ വേണ്ടത്. അതുപോലെ സിന്ധു താളം തെറ്റി താരാട്ട് സിന്ധു, ആ ക്യാരക്ടർ താളം തെറ്റി താരാട്ടിലെ സിന്ധു ആയിട്ടാണ്. ആ സിന്ധു ആയിരിക്കണം, പെണ്ണെങ്കിൽ അങ്ങനെ ഇരിക്കണം. ഇങ്ങനെയൊക്കെ കുറെ പേര് വരും. പിന്നെ ഈ മറുകുള്ള ആളെ കല്യാണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞു. ഇതുള്ള ആള് ഇത് ഭയങ്കര എല്ലാരും ഇത് വെച്ചിട്ട് അപ്പുണ്ണി പടത്തിലും കാക്കപ്പുള്ളി ചൂടി എന്നും പറഞ്ഞ് ലാലേട്ടൻ പാടുന്ന ഒരു പാട്ടുണ്ട്. അങ്ങനെയൊക്കെ വരാറുണ്ട്, കുറെ വരും. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത്, ഞാൻ ശങ്കരേട്ടനെ കല്യാണം കഴിക്കണം, ദ ബെസ്റ്റ് പാരാണ്, നിങ്ങളാണ്, ഞങ്ങൾക്ക് അതാണ് ആഗ്രഹം എന്നാണ് കൂടുതലും. പ്രേക്ഷകര് സംഘടിതമായിട്ട് ആവശ്യപ്പെട്ടാൽ നമ്മള് വെട്ടിലായി പോവല്ലേ? അത് മാത്രല്ല, സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കിട്ടിയ ലെറ്റേഴ്സ് എല്ലാം തുറന്ന് വായിക്കുക. ഇവര് വായിക്കുമ്പം സുരേഷ് ഏട്ടൻ തുറന്ന് ആ ലെറ്ററില് സുരേഷ് ഏട്ടനോട് പിന്മാറാൻ പറയണം, ശങ്കരേട്ടനെ കല്യാണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉത്തമ പുരുഷൻ. അത് സുരേഷ് ഏട്ടൻ തന്നെ വായിച്ചിട്ടേ,
നീയാണ് അവളെ കെട്ടണമെന്ന് കേട്ടോ. ആ അങ്ങനെയൊക്കെ സുരേഷ് ഏട്ടൻ പറയും. പക്ഷെ എല്ലാവർക്കും അതായിരുന്നു ആഗ്രഹം. ഇവർ രണ്ടുപേരും ഇത് തന്നെ വായിക്കാൻ ദിവസവും അവിടെ എനിക്കൊന്ന് ഈ കത്തെഴുത്തുകാർ മാത്രമല്ല, ശങ്കറിന്റെ വീട്ടുകാർക്കും ഒരു പരിധിവരെ ധാരണയുണ്ടായിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന്. കാര്യം അത്രയും കൂടുതൽ സിനിമകൾ ഹിറ്റായല്ലോ. അതായത് സുരേഷ് ഏട്ടനും ഞാനും ശങ്കരേട്ടനും ഒരു ദിവസം ഞങ്ങളെ ഊണ് കഴിക്കാൻ ശങ്കരേട്ടന്റെ വീട്ടിൽ ചെന്നൈയിൽ കൊണ്ടുപോയി. ഞങ്ങൾ കഴിച്ചു. അപ്പോ ശങ്കരേട്ടൻ അമ്മയോട് പറഞ്ഞു, അമ്മ മേനകയും സുരേഷും കല്യാണം കഴിക്കാൻ പോവാണ് കേട്ടോ അമ്മ. ഞെട്ടി തറ വീണു. അല്ല, കൈ കഴുകാനായിട്ട് ബാത്റൂമിന്റെ വശത്തുള്ള സ്ഥലത്ത് കൈ കഴുകാനായി പോയപ്പോൾ ടവൽ എടുത്തു തരാനായിട്ട് ശങ്കരേട്ടൻ്റെ അമ്മ വന്നിട്ട്, മോള് സുരേഷിനെ കെട്ടാൻ പോവാ. ഞാൻ വിചാരിച്ചു ശങ്കറിനെ കെട്ടാനാണ്, ആ കാര്യം പറയാനാണ് നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കുകയാണെന്നാണ് ഞാൻ ധരിച്ചത്. അങ്ങനെ പറഞ്ഞു. അമ്മ മേനക മരുമകളായിട്ട് വലതുകാലം വെച്ച് വീട്ടിൽ കയറുന്ന ഞാൻ പറഞ്ഞു, ഇല്ലമ്മ, ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേ ഞാൻ ശങ്കരേട്ടനെ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ മേനയ്ക്ക് തോന്നിയിട്ടുണ്ട്? അതായത് ഞാൻ പറഞ്ഞത് സുരേഷ് എന്നെ പിച്ചാത്തിയെടുത്ത് കുത്തുന്ന ഞാൻ ആലോചിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു അവസരത്തിൽ സുരേഷ് കുമാറിനെ കാണുന്നതിന് മുമ്പ്, ഈ പ്രണയ വല്ലരി പൂത്ത് അങ്ങ് ഒലയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സീൻസ് അഭിനയിച്ചല്ലോ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് സീൻസ് അഭിനയിച്ചു. അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. പക്ഷെ ആ ജോഡി ഭയങ്കര ഇഷ്ടമായി. അല്ല, പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഇപ്പൊ നമ്മള് മോഹൻലാൽ ശോഭന എന്നൊക്കെ പറയുന്ന ഒരു ആക്ച്വലി അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ എല്ലാവരും ഓരോരുത്തർ അറിഞ്ഞിട്ടില്ല. അല്ലാതെ പ്രണയലേഖനങ്ങളൊക്കെ വരുമ്പോഴോ ഓഡിയൻസിന് അങ്ങനെ ഉണ്ടായിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ ധരിച്ചുള്ളൂ. അതോ കുറച്ചു പേര് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി പടങ്ങൾ കണ്ടിട്ടായിരിക്കുന്നു. പക്ഷെ ഇവിടെ വന്ന് പിന്നെ കുറെ ചാനലുകളിൽ പോകുമ്പോഴും കുറെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഇത്രത്തോളം ആണോ നമ്മൾ. അപ്പൊ ഞാൻ എന്നിട്ട് ശങ്കരേട്ടൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടി പടങ്ങളൊന്നും അഭിനയിക്കായിരുന്നല്ലോ.